കഴിഞ്ഞ ദിവസം UDF കേരളത്തിൽ വലിയ വിജയം കരസ്ഥമാക്കി അധികാരത്തിലേക്ക് കയറുന്നു. അതേസമയത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിച്ചിരുന്ന LDFന് അതിരൂക്ഷമായ തിരിച്ചടിയും ഏൽക്കേണ്ടി വരുന്നു. ദയനീയമായ ഒരു പരാജയമായിരുന്നു LDFന് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. നോക്കൂ, ഈ ജയപരാജയങ്ങൾക്കൊക്കെ രണ്ടു പാർട്ടികൾക്കും അവരുടേതായ കാരണങ്ങളും നിഗമനങ്ങളും ഒക്കെ പറയാനുണ്ടാകും. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ആ കാര്യങ്ങളെക്കുറിച്ചല്ല. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. അതൊരു രാജഭരണമുള്ള ഒരു രാഷ്ട്രമല്ല. ജനങ്ങളാണ് ഇവിടെ ഹീറോ. അവരാണ് യഥാർത്ഥ നായകന്മാർ. ഇവിടെ ഏതു ഭരണം വേണമെന്നുള്ളത്, ആരധികാരത്തിൽ കയറണമെന്നുള്ളത്, അതെല്ലാം തീരുമാനിക്കുന്നത് പൊതുജനങ്ങളാണ്. എന്നാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ അവർക്ക് ഏതു സമയത്താണോ അഹന്തതയും അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ ഉണ്ടാകുന്നത്, ആ സമയം മുതൽ അവരുടെ പതനം ആരംഭിക്കുകയാണ്. ഒരു ഭരണാധികാരി എന്നുള്ളത് ജനങ്ങളെ സേവിക്കേണ്ടവനാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവനാണ്. ആ ജനങ്ങളോട് സൗമ്യമായി പെരുമാറുന്നവനായിരിക്കണം. അല്ലാതെ ധിക്കാരവും ധാർഷ്ട്യവും ഒരു ഭരണാധികാരിക്ക് എന്ന് സംഭവിക്കുന്നുണ്ടോ, ആ നിമിഷം മുതൽ അയാൾ പടുകുഴിയിലേക്ക് അയാൾ താഴ്ന്നു പോവുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ എത്രത്തോളം എളിമയുള്ളവനായി മാറുന്നോ, എത്രത്തോളം താഴ്മയുള്ളവനായി മാറുന്നോ, അത്രത്തോളം അവൻ ഉയർന്നുകൊണ്ടിരിക്കും. അധികാരമുണ്ടെന്ന് കരുതി അഹന്തതയും ധിക്കാരവും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭരണാധികാരികളെ ജനങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് എറിയും. ഇത് കാലാകാലമായി ഇവിടെ ഞാൻ ഭരിക്കേണ്ടവനല്ല, ഇത് രാജഭരണമല്ല, നേരെ മറിച്ച് ജനാധിപത്യ ഭരണമാണ്, എന്നെ 5 കൊല്ലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആ ജനങ്ങൾക്കിടയിലേക്ക് എൻ്റെ 5 കൊല്ലത്തെ ആ ഭരണം അവസാനിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലേണ്ടവനാണ് എന്നുള്ള ചിന്ത എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടാകണം. നോക്കൂ, ജനപ്രിയനായ കേരളം കണ്ട ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നൊരു പേര് ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്നായിരിക്കും. അദ്ദേഹം കോപിക്കുന്നതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സദാസമയവും എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുന്ന ഒരു പാവമനുഷ്യൻ. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ ആ ജനകീയ നേതാവ് പലപ്പോഴായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കേരള ജനത നെഞ്ചിലേറ്റിയത്. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര റോഡിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ വാഹനത്തിന് ചുറ്റും റോഡുകൾക്ക് ഇരുവശവും തടിച്ചുകൂടിയ ജനങ്ങൾ, അവരുടെ കണ്ണിൽ നിന്നും കുതിർന്നു വീണ ആ കണ്ണീർ കണങ്ങൾ, അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ മനുഷ്യനെ ആ ജനങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. നോക്കിയത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും, എല്ലാ ഭരണാധികാരികൾക്കും ബാധകമാണ്. ഇത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയെന്നോ ഇന്ന ഭരണാധികാരിയെന്നോ അങ്ങനെയൊന്നുമില്ല. ജനങ്ങളെ സ്നേഹിച്ചാൽ ആ ജനങ്ങൾ നിങ്ങളെ 10 മടങ്ങായി നെഞ്ചിലേറ്റി സ്നേഹിക്കും. ഇനിയുള്ള ഭരണം ജനങ്ങളെ സേവിക്കുന്ന നല്ലൊരു ഭരണമായി മാറട്ടെ. അഹന്തതയും അഹങ്കാരവും ധാർഷ്ട്യവും ഇല്ലാത്ത നല്ലൊരു മുഖ്യമന്ത്രി നമുക്കുണ്ടാകട്ടെ.